നമസ്കാരം. സെൻറ് മേരീസ് ഓർഫനേജ് വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ പ്രൈവറ്റ് ITI ഫിറ്റർ സെക്കൻഡ് ഇയർ ട്രേഡ് തിയറി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധുസൂദനൻ, ഫിറ്റർ ട്രേഡ് ഇൻസ്ട്രക്ടർ. ഇന്നത്തെ സബ്ജക്റ്റ് ഹൈഡ്രോളിക് ഫിൽട്ടർ ആൻഡ് ഹൈഡ്രോളിക് പമ്പിനെ കുറിച്ചിട്ടാണ്. ഹൈഡ്രോളിക് ഫിൽട്ടർ. Hydraulic filter is a device which removes solid contaminants from the fluid. ഹൈഡ്രോളിക് സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഹൈഡ്രോളിക് ഓയിൽ മൂലമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിലുപയോഗിക്കുന്ന ഹൈഡ്രോളിക് ഓയിൽ വിസ്കോസ് പെട്രോളിയം ഓയിലാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഈ ഓയിലിനകത്ത് ഉള്ള മാലിന്യങ്ങളെ സോളിഡ് കണ്ടാമിനൻസ് എന്ന് പറയുന്നു. തരികൾ എന്നാണ്. സോളിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഖര രൂപത്തിലുള്ളത്. അത്തരം കണ്ടാമിനൻസുകളെ, മാലിന്യങ്ങളെ, ഓയിലിലുള്ള മാലിന്യങ്ങളെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിൽട്ടറുകൾ ഉപയോഗിക്കുന്നത്. ഹൈഡ്രോളിക് ഫിൽട്ടേഴ്സ് പ്രൊവൈഡ് ഇൻബിൽറ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് മിനിമൈസ് ഹൈഡ്രോളിക് സിസ്റ്റം ബ്രേക്ക് ഡൗൺസ് that are quite often caused by contamination. ഹൈഡ്രോളിക് സിസ്റ്റത്തിനകത്ത് ഈ ഒരു ഫിൽട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ മാലിന്യങ്ങൾ മൂലം, ഓയിലിലുള്ള മാലിന്യങ്ങൾ മൂലം ഈ ഹൈഡ്രോളിക് സിസ്റ്റം ബ്രേക്ക് ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യതയെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽട്ടർ ഉപയോഗിക്കുന്നത്. ഫിൽട്ടർ ആൻഡ് സ്റ്റെയിനേഴ്സ് ആർ ടു ടേംസ് കോമൺലി യൂസ്ഡ്. അപ്പോൾ ഇതിന് സ്റ്റെയിനർ എന്നും പറയും. ഫിൽട്ടറും സ്റ്റെയിനറും ഒന്ന് തന്നെയാണ്, പക്ഷേ ഫിൽട്ടറും സ്റ്റെയിനറും തമ്മിലുള്ള വ്യത്യാസം, സ്റ്റെയിനറിൽ ഈ ഓയിലിലുള്ള മാലിന്യങ്ങളെ അരിച്ചെടുക്കാനുള്ള അരിപ്പ നമ്മൾ പറയില്ല. ഫിൽട്ടർ അത് കുറച്ചുകൂടിയും വലിയ തരികളെ അരിച്ചെടുക്കാനാണ് പറ്റുക. ഫിൽട്ടറിലാണെങ്കിൽ കുറച്ചുകൂടിയും ചെറിയ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള മാലിന്യങ്ങളെ അരിച്ചെടുക്കാനായിട്ട് സാധിക്കും. Use of hydraulic filters. One of the main cause of failure or poor functioning of a hydraulic system is contamination of hydraulic oil or fluid. ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് ആ ഓയിലിലുള്ള കണ്ടാമിനേഷൻ മൂലമാണ് അതുണ്ടാവുന്നത്. Hydraulic filters are used for handling and removing contamination from hydraulic oil. അതുകൊണ്ടാണ് ഹൈഡ്രോളിക് ഫിൽട്ടർ ഉപയോഗിക്കുന്നത്. ഈ ഹൈഡ്രോളിക് ഓയിലുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ടൈപ്സ് ഓഫ് ഫിൽട്ടറുകൾ നോക്കാം. എത്ര തരം ഫിൽട്ടറുകളുണ്ട്? 4 തരം ഫിൽട്ടറുകളാണ് പറയുന്നത്. അതിലൊന്നാമത്തത് മെക്കാനിക്കൽ ഫിൽട്ടർ, അബ്സോർബൻ്റ് ഫിൽട്ടർ, അഡ്സോർബൻ്റ് ഫിൽട്ടർ ആൻഡ് magnetic filter. Mechanical filter is known as Steiner in hydraulic system. ഇതിന് ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ മെക്കാനിക്കൽ ഫിൽറ്ററിന് പറയുന്ന പേരാണ് സ്റ്റെയിനർ. നേരത്തെ പറഞ്ഞു, സ്റ്റെയിനറും ഫിൽറ്ററും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു. മെക്കാനിക്കൽ ഫിൽറ്റേഴ്സ് കണ്ടെയ്ൻ ക്ലോസ്ലി വോവൻ മെറ്റൽ സ്ക്രീൻ ഓർ ഡിസ്ക്. വോവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്തെടുക്കുക എന്ന് പറയും. അപ്പോൾ മെറ്റൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു സ്ക്രീനോ ഡിസ്കോ പോലെയുള്ളൊരു സംവിധാനമാണത്. അരിപ്പ എന്ന് വേണമെങ്കിൽ പറയാം. ദീസ് ഫിൽറ്റേഴ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ സക്ഷൻ ലൈൻ ഓഫ് ദി പമ്പ്. ഹൈഡ്രോളിക് ഓയിൽ ഈസ് ഡ്രോൺ ഫ്രം ദ റിസർവോയർ ത്രൂ ദ ഫിൽട്ടർ. അപ്പോൾ ഹൈഡ്രോളിക് ഓയിൽ റിസർവോയറിനകത്ത് നിന്ന് വരുന്ന ഹൈഡ്രോളിക് ഓയിൽ ഈ ഫിൽട്ടർ കൂടെയാണ് പമ്പിലേക്ക് പോകുന്നത്. അപ്പോൾ പമ്പിനും റിസർവോയറിനും ഇടയ്ക്കാണ് ഈ ഫിൽറ്ററിൻ്റെ സ്ഥാനം. അതിന് സക്ഷൻ ഫിൽട്ടർ എന്നും പറയും. ഇതാണ് മെക്കാനിക്കൽ ഫിൽട്ടർ അല്ലെങ്കിൽ സ്റ്റെയിനർ. അബ്സോർബൻ്റ് ഫിൽട്ടർ. അബ്സോർബൻ്റ് ഫിൽറ്റേഴ്സ് സച്ച് ആസ് കോട്ടൺ, wood pulp, yarn, cloth or resin remove much smaller particles. ഈ അബ്സോർബൻ്റ് ഫിൽട്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്
കോട്ടൺ അല്ലെങ്കിൽ വുഡ് പൾപ്പ്, മരത്തിൽ നിന്നെടുക്കുന്ന പൾപ്പ് അല്ലെങ്കിൽ യാൺ, ക്ലോത്ത്, റെസിൻ, ഇത്തരം മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് കൊണ്ട് ഉണ്ടാക്കണ കാരണം വളരെ ചെറിയ പാർട്ടിക്കിൾ വരെ ഇതിനകത്ത് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. The elements often as treated to make them sticky to attract the contaminants found in hydraulic oil. അപ്പോൾ ഹൈഡ്രോളിക് ഓയിലുള്ള മാലിന്യങ്ങളെ ഈ ഫിൽറ്ററിനകത്ത് ഒട്ടിപ്പിടിക്കുകയാണ് ചെയ്യുക. സ്റ്റിക്കി ടു അട്രാക്ട് എന്ന് പറയുന്നത്. പിന്നെ ദീസ് ഫിൽറ്റേഴ്സ് ആർ ഇൻസ്റ്റാൾഡ് ഇൻ ദ പ്രഷർ ലൈൻ ഓഫ് എ ഹൈഡ്രോളിക് സിസ്റ്റം അറ്റ് ദ പ്രഷർ പോർട്ട് ഓഫ് ദി പമ്പ്. അപ്പോൾ നേരത്തെ മെക്കാനിക്കൽ ഫിൽറ്റർ നമ്മൾ പറഞ്ഞു റിസർവോയറിനും പമ്പിനും ഇടയ്ക്കാണെങ്കിൽ, ഇത് പമ്പിന് ശേഷം പമ്പിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് പോകുന്ന പ്രഷർ ലൈനിലാണ് ഈ അബ്സോർബൻ്റ് ഫിൽറ്റർ പിടിപ്പിച്ചിട്ടുള്ളത്. എഡ്സോർബൻ്റ് ഫിൽറ്റർ. പലതരം എഡ്സോർബൻ്റ് ഫിൽറ്ററുകളുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. എ ഫിൽറ്റർ യൂസ്ഡ് ഫോർ ട്രാപ്പിംഗ് വേരിയസ് സൈസ് ഓഫ് particulate മാറ്റർ. അപ്പോൾ ഈ അഡ്സോർബൻ്റ് ഫിൽറ്റർ എന്ന് പറയുന്നത് പലതരത്തിലുള്ള മാലിന്യങ്ങളെ, ഹൈഡ്രോളിക് ഓയിലുള്ള പലതരത്തിലുള്ള മാലിന്യങ്ങളെ ഇത് വലിച്ചെടുക്കുന്നു. അപ്പോൾ ഈ അഡ്സോർബൻ്റ് ഫിൽറ്റേഴ്സ് കൺസിസ്റ്റ് ഓഫ് ക്ലേ, കെമിക്കലി ട്രീറ്റഡ് പേപ്പർ ആൻഡ് ഡെസിക്കൻറ്റ്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ അഡ്സോർബൻ്റ് ഫിൽറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത് ക്ലേ, കളിമണ്ണ്, അതുപോലെ ചില കെമിക്കൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പേപ്പറുകൾ, ഡെസിക്കൻറ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ പോലെയുള്ളത്. ഇപ്പം നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഒരു പാക്കറ്റിൽ ചെറിയ ക്രിസ്റ്റൽ പോലെ ഒരെണ്ണുണ്ടാവും, അതാണ് ഡെസിക്കൻറ്റ്. ഇതുകൊണ്ടൊക്കെയാണ് ഈ അഡ്സോർബൻ്റ് ഫിൽറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ അഡ്സോർബൻറ്റും ഒരൊറ്റ വാക്കിൻ്റെ വ്യത്യാസമുള്ളൂ, തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്താണ് അബ്സോർബൻ്റ് എന്ന് പറഞ്ഞാൽ? അതാണ് താഴെ കൊടുത്തുള്ളത്. ഇൻ അബ്സോർപ്ഷൻ സംതിങ് മൂവ്സ് ഇൻസൈഡ് ആൻ ഒബ്ജക്റ്റ്, വെയറാസ് അഡ്സോർബൻ്റ് ദ സബ്സ്റ്റൻസ് ഫോംസ് എ ലെയർ ഓൺ ദ സർഫേസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചെടുക്കുക എന്നർത്ഥമാണ്. അഡ്സോർബൻ്റ് എന്ന് പറഞ്ഞാൽ അത് സർഫസിൽ ഒരു ലെയർ പോലെ പറ്റി പിടിച്ചിരിക്കലാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മാഗ്നറ്റിക് ഫിൽറ്ററിൻ്റെ ഒരു ഡയഗ്രാമാണ് കാണിച്ചിട്ടുള്ളത്. മാഗ്നറ്റിക് ഫിൽറ്റേഴ്സ് ആർ ബേസിക്കലി യൂസ്ഡ് ടു റിമൂവ് ദ ഫെറസ് മെറ്റീരിയൽ ഫ്രം ഓയിൽ അലോങ് വിത്ത് കണ്ടാമിനൻസ്. മാഗ്നറ്റിക് ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുന്നത് ഈ ഹൈഡ്രോളിക് ഓയിലിലുള്ള ഫെറസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ അംശമുള്ളതാണ്, അതുകൊണ്ടാണ് മാഗ്നറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ മാഗ്നറ്റ് അതിനെ പിടിച്ചെടുക്കും. മാഗ്നറ്റ്സ് ആർ ജോമെട്രിക്കലി അറേഞ്ച്ഡ് ഔട്ട്സൈഡ് ഓർ ഇൻസൈഡ് ദ ഫിൽറ്റർ വിച്ച് പ്രൊഡ്യൂസ് എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ഹെൽപ്പ് ടു അറസ്റ്റ് ദ ഫെറസ് പാർട്ടിക്കിൾസ് ഫ്രം ദി ഓയിൽ. ഈ മാഗ്നറ്റ് അതിൽ പിടിപ്പിച്ചിട്ടുള്ളത് ഒന്നെങ്കിൽ ഫിൽറ്ററിൻ്റെ ഉള്ളിലായിരിക്കാം അല്ലെങ്കിൽ പുറത്തായിരിക്കാം. അപ്പോൾ അങ്ങനെ അവിടെ പിടിപ്പിക്കുമ്പോൾ അതൊരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാക്കണം. അങ്ങനെ ഈ ഓയിലിലുള്ള ഫെറസ് പാർട്ടിക്കിൾസിനെ ഇത് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ദീസ് ഫിൽറ്റേഴ്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി ബട്ട് ആർ ഓൾസോ യൂട്ടിലൈസ്ഡ് ഇൻ ലോ പ്രഷർ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. ഇത്തരം ഫിൽറ്ററുകൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണ്, അതുപോലെ തന്നെ ലോ പ്രഷർ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ജനറലി ഫിൽറ്റർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ലൊക്കേഷൻ ഇൻ ഹൈഡ്രോളിക് സിസ്റ്റം. ഹൈഡ്രോളിക് സിസ്റ്റത്തിനകത്ത് ഈ ഫിൽറ്ററുകൾ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, എവിടെയാണോ പിടിപ്പിച്ചിട്ടുള്ളത്, അതിനനുസരിച്ച് ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറയുന്നു സക്ഷൻ സ്റ്റെയ്നർ, അല്ലെങ്കിൽ സക്ഷൻ ഫിൽറ്റർ, പ്രഷർ ലൈൻ ഫിൽറ്റർ, റിട്ടേൺ ലൈൻ ഫിൽറ്റർ ആൻഡ് ഓഫ് ലൈൻ ഫിൽറ്റർ. ഇങ്ങനെ 4 തരം ആയിട്ട് ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. സക്ഷൻ സ്റ്റെയ്നർ അല്ലെങ്കിൽ സക്ഷൻ ഫിൽറ്റർ, അതിൻ്റെ ഒരു സിമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്.
അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് കാണാം ഇൻടേക്ക് സ്റ്റൈനർ, അതുതന്നെയാണ് ഈ സക്ഷൻ ഫിൽട്ടർ. അപ്പോൾ ഏറ്റവും അതിൻ്റെയും താഴെ ഒരു സി പോലെ കാണുന്നതാണ് റിസർവോയർ. റിസർവോയറിൽ നിന്നുള്ള ഹൈഡ്രോളിക് ഫ്ലൂയിഡ് നേരെ പമ്പിലേക്കാണ് വരുന്നത്. അതിന് മുകളിൽ ഈ ഇൻടേക്ക് സ്റ്റൈനറിൻ്റെ നേരെ മുകളിലൊരു സർക്കിൾ കാണുന്നില്ലേ, നേരത്തെ നമ്മൾ സിമ്പലിൽ പഠിച്ചു പമ്പിനെ സൂചിപ്പിക്കാനായിട്ട് സർക്കിളാണ്. ഈ സർക്കിളിനകത്തൊരു ഹൈഡ്രോളിക് ഉണ്ട്. അപ്പോൾ ഇത് വൺ ഡയറക്ഷനിൽ വരുന്ന ഒരു യൂണി ഡയറക്ഷണൽ പമ്പാണിത്. അപ്പോൾ അവിടേക്കാണ് ഈ നേരെ, അതായത് റിസർവോയറിൽ നിന്നുള്ള ഹൈഡ്രോളിക് ഫ്ലൂയിഡ് നേരെ പമ്പിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ പമ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഫിൽട്ടർ വെച്ചിട്ടുള്ളത്. സക്ഷൻ ഫിൽറ്റേഴ്സ് സെർവ് ടു പ്രൊട്ടക്ട് ദ പമ്പ് ഫ്രം ഫ്ലൂയിഡ് കണ്ടാമിനേഷൻ. ഹൈഡ്രോളിക് ഫ്ലൂയിഡിലുള്ള മാലിന്യങ്ങളെ പമ്പിലെത്തുന്നതിന് മുമ്പ് തന്നെ അതിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ. അപ്പോൾ പമ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് വെച്ചിട്ടുള്ളത്. റിട്ടേൺ ലൈൻ ഫിൽട്ടർ, അതിൻ്റെ ഒരു സിമ്പലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സിമ്പലിൽ ഏറ്റവും അടിഭാഗത്തൊരു ട്രയാങ്കിള് ബ്ലാക്കൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്, കറുപ്പിച്ച് കാണിച്ചിട്ടുണ്ട്. അതാണ് ഹൈഡ്രോളിക് എനർജി. അവിടെ നിന്ന് നേരെ മുകളിലേക്ക് പോയി വാൾവിനകത്ത് എത്തി, നേരത്തെ പറഞ്ഞ പോലെ പമ്പിനകത്തേക്ക് പോയി, പമ്പിനകത്ത് നേരെ വാൾവിലേക്ക് പോയി, അതുപോലെ കറങ്ങി തിരിഞ്ഞ അവസാനം ഈ ഫ്ലൂയിഡ് റിസർവോയറിനകത്തേക്ക് തന്നെ വരും. അപ്പോൾ ഇത് ഒരുപാട് സിസ്റ്റത്തിനകത്തൂടെ പോയി റിസർവോയറിനകത്തേക്ക് മടങ്ങി വരുന്നതുകൊണ്ട് ഇതിനകത്ത് മാലിന്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് അരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റിസർവോയർ എത്തുന്നതിന് മുൻപായിട്ടൊരു ഫിൽട്ടർ ഇവിടെ പിടിപ്പിക്കുന്നത്. അതാണ് റിട്ടേൺ ലൈൻ. അതായത് ഈ ഹൈഡ്രോളിക് സിസ്റ്റത്തിനകത്തെ ഈ പൈപ്പിംഗ്, ഈ സിസ്റ്റം അവസാനം റിട്ടേൺ ആയിട്ട് റിസർവോയറിലേക്ക് പൈപ്പ് വരുന്നു. അപ്പോൾ ഈ റിസർവോയറിൽ എത്തുന്നതിന് മുൻപായിട്ടുള്ളൊരു ഫിൽട്ടറാണത്. അതുകൊണ്ടാണ് അതിനെ റിട്ടേൺ ലൈൻ ഫിൽട്ടർ എന്ന് പറയുന്നത്. പ്രഷർ ലൈൻ ഫിൽട്ടർ. Pressure filters are located downstream from the system pump. ഈ പ്രഷർ ഫിൽട്ടർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഘടിപ്പിച്ചിട്ടുള്ളത് ഹൈഡ്രോളിക് പമ്പിൽ നിന്ന് പോകുന്ന പ്രഷർ ലൈനിലാണ്. They are designed to handle the system pressure and are sized for the specific flow rate in the pressure line where they are located. ഈ സിസ്റ്റത്തിലെ പ്രഷറിനെ ഹാൻഡിൽ ചെയ്യത്തക്ക രീതിയിലാണത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഫിൽറ്ററിൻ്റെ സൈസ് പ്രഷർ ലൈനിലൂടെ പോകുന്ന ലിക്വിഡിൻ്റെ ഫ്ലോയ്ക്ക് അനുസരിച്ചായിരിക്കും. പ്രഷർ ഫിൽറ്റേഴ്സ് ആർ എക്സ്പെഷ്യലി suited for protecting sensitive components such as valves. ഈ പ്രഷർ ഫിൽറ്ററുകൾ പ്രത്യേകമായിട്ടും ഉപയോഗിക്കുന്നത് ഇതിനകത്തുള്ള സെൻസിറ്റീവായിട്ടുള്ള ഭാഗങ്ങളെ, ഈ സിസ്റ്റത്തിനകത്തെ ഹൈഡ്രോളിക് സിസ്റ്റത്തിനകത്തെ സെൻസിറ്റീവായിട്ടുള്ള കമ്പോണൻസുകളെ, ഉദാഹരണത്തിന് വാൾവുകളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രഷർ ലൈൻ ഫിൽറ്റർ ഉപയോഗിക്കുന്നത്. Offline filter. An offline filtration circuit includes its own pump and electric motor, a filter, and the appropriate connecting hardware. ഓഫ്ലൈൻ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ഒരു ഫിൽട്രേഷൻ സർക്യൂട്ടാണ്. അതിനകത്ത് പമ്പുണ്ട്, ഇലക്ട്രിക് മോട്ടറുണ്ട്, ഒരു ഫിൽറ്ററുണ്ട്, പിന്നെ കണക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. These components are installed offline as a small subsystem separate from the working lines. അപ്പോൾ ഇതിന്ന് സെപ്പറേറ്റ് ആയിട്ട്, ഈ ഹൈഡ്രോളിക് സിസ്റ്റത്തിന് സെപ്പറേറ്റ് ആയിട്ട് ഓഫ് ലൈനിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു സബ് സിസ്റ്റം പോലെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓർ ദേ മേ ബി ഇൻക്ലൂഡഡ് ഇൻ എ ഫ്ലൂയിഡ് കൂളിംഗ് ലൂപ്പ്. ചിലപ്പോൾ അതിനകത്തൊരു ഫ്ലൂയിഡിനെ തണുപ്പിക്കാനുള്ളൊരു സംവിധാനം കൂടി ഉണ്ടാവും.
Fluid is pumped continuously out of the reservoir through the offline filter and back to the reservoir. ഇപ്പോൾ റിസർവോയറിനകത്തുള്ള ഫ്ലൂയിഡിനെ ഈ ഓഫ്ലൈൻ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് വലിച്ചെടുത്തിട്ട് ഫിൽറ്റർ ചെയ്തതിന് ശേഷം ബാക്ക് ടു ദി റിസർവോയറിനകത്തേക്ക് തന്നെ വീണ്ടും ഫിൽറ്റർ ചെയ്തതിന് ശേഷം പമ്പ് ചെയ്യുന്നതാണ് ഓഫ്ലൈൻ ഫിൽറ്റർ. Hydraulic pumps. A hydraulic pump is a device which converts mechanical force and motion into hydraulic energy. Many different sources provide mechanical power to the pump. They are electrical motors, air motors, engines, and a manual operation. മെക്കാനിക്കൽ ഫോഴ്സിനെയും മോഷനെയും ഹൈഡ്രോളിക് എനർജിയാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് ഹൈഡ്രോളിക് പമ്പ്. ഇലക്ട്രിക് മോട്ടോർ, എൻജിൻ, മാനുവൽ ഓപ്പറേഷൻ തുടങ്ങി പലതരത്തിലുള്ള എനർജി സോഴ്സ് പമ്പിന് മെക്കാനിക്കൽ പവർ ലഭ്യമാക്കും. ഈ മെക്കാനിക്കൽ പവറിനെയാണ് ഹൈഡ്രോളിക് എനർജി ആക്കി മാറ്റുന്നത്. വിവിധ തരത്തിലുള്ള ഹൈഡ്രോളിക് പമ്പുകളാണ് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. ഹൈഡ്രോളിക് പമ്പുകളെ രണ്ട് രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്, രണ്ട് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്. അപ്പം അതിലാദ്യം നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് നോക്കാം. The non-positive displacement type pump gives continuous discharge. തുടർച്ചയായിട്ട് ലിക്വിഡിൻ്റെ ഫ്ലോ ഇതിൽ സാധ്യമാവുന്നു. അതാണ് നോൺ ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിൻ്റെ ഒരു പ്രത്യേകത. The non-positive displacement pump does not provide a good seal against slippage, causing pump output to vary as the system pressing changes. പിന്നെ ഇതിനകത്തുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് സ്ലിപ്പേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ ലീക്കാവുന്നതിനെയാണ് സ്ലിപ്പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ലിപ്പേജിന് എതിരെ അതിനെ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന പ്രഷറിൽ വരുന്ന ചേഞ്ചസ് മൂലം ഇതിൻ്റെ ഔട്ട്പുട്ട് പ്രഷറും വ്യത്യാസം വരുന്നു. The volume of fluid delivered during each cycle will depend on the resistance to flow the system. എത്ര വോളിയം ഫ്ലൂയിഡ് ഡെലിവറി ചെയ്യുമെന്നത് ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ ഫ്ലോയുടെ റെസിസ്റ്റൻസിനെ ആശ്രയിച്ചിരിക്കുന്നു. സെൻട്രിഫ്യൂഗൽ പമ്പ്സ് ആർ ദ നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്സ്. ഇപ്പം നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പാണ്. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്. A positive displacement pump provides positive internal seal against slippage. ഇതിൽ ലീക്കേജിനെതിരായിട്ട് നല്ലൊരു സീലിംഗ് സംവിധാനം ഉണ്ട്. This type of pump is capable of delivering a definite volume of fluid for each cycle of pump operation. ഓരോ സൈക്കിൾ പമ്പ് ഓപ്പറേഷനിലും ഒരു ഡെഫിനിറ്റ് വോളിയത്തിലുള്ള ഫ്ലൂയിഡ് ഇതിനകത്ത് ഡെലിവർ ചെയ്യും. Closing the outlet of positive displacement pump causes an instantaneous increase of pressure. This increase in pressure can stall the equipment or break up the component. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിൻ്റെ ഡെലിവറി ലൈൻ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു പ്രഷർ അവിടെ കൂടാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് ഇതിനകത്തുള്ള കമ്പോണൻറ്റുകൾക്ക് കേടുപാടുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഗിയർ പമ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിന്
ഒരു ഉദാഹരണമാണ് ഗിയർ പമ്പ്. ഹൈഡ്രോളിക് പമ്പുകളെ 3 തരംതിരിച്ചിരിക്കുന്നു: ഗിയർ പമ്പ്, വെയിൻ പമ്പ്, പിസ്റ്റൺ പമ്പ്. അതിൽ ഗിയർ പമ്പിൽ വരുന്നതാണ് എക്സ്റ്റേണൽ ഗിയർ പമ്പ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് എക്സ്റ്റേണൽ ഗിയർ പമ്പിൻ്റെ ഒരു ഇമേജാണ് വലതുവശത്ത് കാണുന്നത്. ഇടതുവശത്ത് അതിൻ്റെ വർക്കിംഗ് ഡയഗ്രമാണ് കാണിച്ചിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഈ എക്സ്റ്റേണൽ ഗിയർ പമ്പ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. എക്സ്റ്റേണൽ ഗിയർ പമ്പിൻ്റെ ഹൗസിങ്ങിനകത്ത് 2 മേറ്റിംഗ് ഗിയറുകളുണ്ട്. ഒരെണ്ണം ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നു. ഡ്രൈവിംഗ് ഷാഫ്റ്റ് മോട്ടോറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. മറ്റേ ഗിയർ ഫ്രീ ആയിട്ട് കറങ്ങുന്നതാണ്. ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ ഫിറ്റ് ചെയ്ത ഗിയറിനെ ഡ്രൈവർ ഗിയർ എന്നും, ഡ്രൈവർ ഗിയർ മെഷ് ചെയ്യുന്ന മാറ്റിംഗ് ഗിയറിനെ ഡ്രിവൺ ഗിയർ എന്നും പറയുന്നു. ഇൻലെറ്റ് പോർട്ട് സപ്ലൈ ലൈനിലും ഔട്ട്ലെറ്റ് പോർട്ട് പ്രഷർ ലൈനിലും കണക്ട് ചെയ്തിരിക്കുന്നു. 2 മെഷ് ചെയ്തിരിക്കുന്ന ഗിയർ കറങ്ങുമ്പോൾ ഇൻലെറ്റ് ഏരിയ എക്സ്പാൻഡ് ആകുകയും അവിടെ വാക്വം ഉണ്ടാകുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി ലിക്വിഡ് പമ്പിനകത്തേക്ക് കയറുകയും ചെയ്യുന്നു. ഗിയർ തുടർച്ചയായി കറങ്ങുന്നതിനാൽ ഗിയർ ടീത്തിനിടയിലൂടെ ലിക്വിഡ് ഒഴുകി ഔട്ട്ലെറ്റ് സൈഡിൽ എത്തിച്ചേരുന്നു. ഔട്ട്ലെറ്റ് സൈഡിൽ ഗിയർ കറങ്ങുന്നതിൻ്റെ ഫലമായി വോളിയം കുറയുന്നതിനാൽ പ്രഷർ കൂടുകയും ലിക്വിഡ് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇതാണ് എക്സ്റ്റേണൽ പ്രഷർ പമ്പിൻ്റെ പ്രവർത്തനം. ഇമ്പോർട്ടൻ്റ് പാരാമീറ്റേഴ്സ്. എക്സ്റ്റേണൽ ഗിയർ പമ്പിൻ്റെ സവിശേഷതകൾ: ഡിസ്പ്ലേസ്മെൻറ്റ് വോളിയം 0.2 to 200 cm3 per revolution. ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വോളിയം എന്ന് പറയുന്നത് 0.2 മുതൽ 200 cm3 per revolution ആണ്. സൂട്ടബിൾ ഫോർ പ്രഷർ അപ് ടു 300 bar. ഇതിൽ പ്രഷറിൻ്റെ അളവ് 300 bar വരെയാണ് ഇതിനകത്ത് സൂട്ടബിൾ ആയിട്ടുള്ളത്. ഇത് ഫിക്സഡ് ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ശബ്ദം ഉണ്ടാക്കുന്ന ടൈപ്പാണ്, ജനറലി നോയ്സി. കമ്പോണൻറ്റ് ലോ വെയ്റ്റ് ആയിരിക്കും. കോമ്പാക്റ്റ് ആൻഡ് ലോ വെയ്റ്റ്. ഒതുക്കമുള്ളതും കനം കുറഞ്ഞ വെയിറ്റ് കുറഞ്ഞതുമാണ്. പിന്നെ കോസ്റ്റ് കുറവായിരിക്കും. ഇൻറ്റേർണൽ ഗിയർ പമ്പ്. ഇൻറ്റേർണൽ ഗിയർ പമ്പിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് സ്ക്രീനിൻ്റെ ഇടതുവശത്ത് കാണുന്നത്. വലതുവശത്ത് മുകളിൽ ഇൻറ്റേർണൽ ഗിയർ പമ്പിൻ്റെ ഒരു ഇമേജും താഴെ ഒരു വർക്കിംഗ് ഡയഗ്രവും കാണാം. ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ഇൻറ്റേർണൽ ഗിയർ പമ്പിൻ്റെ കേസിങ്ങിനകത്ത് ഒരു ഇന്നർ ഡ്രൈവർ ഗിയറും ഒരു ഔട്ടർ റിംഗ് ഗിയറും ഉണ്ട്. ഇത് രണ്ടിനെയും വേർതിരിച്ച് ഒരു ക്രസൻറ്റ് ഷേപ്പിൽ ഒരു ഫില്ലർ പീസുണ്ട്. ഈ ക്രസൻറ്റ് ഷേപ്പ് ഇൻലെറ്റ് പോർട്ടിനെയും ഔട്ട്ലെറ്റ് പോർട്ടിനെയും വേർതിരിക്കും. മാത്രമല്ല ഔട്ടർ ഗിയറിൽ ഇന്നർ ഗിയറിനേക്കാളും ടീത്ത് കൂടുതലായിരിക്കും. ഈ 2 ഗിയറുകളും ഒരേ ദിശയിലാണ് കറങ്ങുക. ഗിയറുകൾ കറങ്ങുന്നതിൻ്റെ ഫലമായി ഇൻലെറ്റ് പോർട്ടിൻ്റെ ഭാഗത്ത് വാക്വം ഉണ്ടാകുകയും ലിക്വിഡ് പമ്പിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ലിക്വിഡ് ഗിയർ ടീത്തിനിടയിലൂടെ ഒഴുകുമ്പോൾ ക്രസൻറ്റ് ഷേപ്പ് സെപ്പറേറ്റർ ഇൻലെറ്റ് പോർട്ടിനെയും ഔട്ട്ലെറ്റ് പോർട്ടിനെയും വേർതിരിച്ച് ലിക്വിഡ് ഔട്ട്ലെറ്റ് പോർട്ടിലൂടെ പുറത്തേക്ക് വരുന്നു. ഇതാണ് ഒരു ഇൻറ്റേർണൽ ഗിയർ പമ്പിൻ്റെ പ്രവർത്തനം. ഇമ്പോർട്ടൻ്റ് പാരാമീറ്റേഴ്സ്. ഇൻറ്റേർണൽ ഗിയർ പമ്പിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻറ്റേർണൽ ഗിയർ പമ്പ്സ് ആർ സൂട്ടബിൾ ഫോർ പ്രഷർ അപ് ടു 3500 PSI. 3500 PSI പ്രഷർ
സ്ക്വയർ ഇഞ്ച്. അത്രയും പ്രഷർ വരെ ഇതിനകത്ത് പ്രവർത്തിപ്പിക്കാം. വർക്കിംഗ് എ വൈഡ് വിസ്കോസിറ്റി റേഞ്ച് അപ് ടു 2200 സെൻറ്റിസ്റ്റോക്ക് ഡിപ്പെൻഡിങ് ഓൺ ഫ്ലോ റേറ്റ്. ഇപ്പോൾ ഫ്ലോ റേറ്റ് അനുസരിച്ച് 2200 സെൻറ്റിസ്റ്റോക്ക് വരെ വിസ്കോസിറ്റി ഉള്ള ഫ്ലൂയിഡ് ഇതിനകത്ത് ഉപയോഗിക്കാം. ജനറലി ക്വയറ്റ്, ശബ്ദം കുറവാണ്. ഇൻറ്റേർണൽ ഗിയർ പമ്പ്സ് ഹാവ് എ ഹൈ എഫിഷ്യൻസി ഈവൺ അറ്റ് ലോ ഫ്ലൂയിഡ് വിസ്കോസിറ്റി. ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി കുറഞ്ഞാലും ഹൈ എഫിഷ്യൻസി ഉള്ള പമ്പുകളാണ് ഇൻറ്റേർണൽ ഗിയർ പമ്പുകൾ. വ്യത്യസ്തങ്ങളായ ലോബ് പമ്പുകളുടെ ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൽ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കാം. കാരണം ലോബ് പമ്പുകൾ പലതരത്തിലുണ്ട്. 2 ലോബ് ഉള്ള പമ്പുകളുണ്ട്, 3 ലോബ് പമ്പുണ്ട്, 4 ലോബ് ഉണ്ട്, 5 ലോബ് ഉണ്ട്. ഇവിടെ നമ്മൾ 2 ലോബ് പമ്പിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ഈ 2 ലോബ് പമ്പിൽ 2 ലോബുകൾ, അതാണ് 2 ലോബ് എന്ന് പറയാൻ കാരണം. ഇതിനകത്ത് 2 ലോബുകളുണ്ട്. ഇതിനെ രണ്ടിനെയും ഒരു ടൈമിംഗ് ഗിയർ ഉപയോഗിച്ച് കറക്കുന്നു. അവിടെ ചിത്രത്തിൽ കാണാം, ടൈമിംഗ് ഗിയർ കൊടുത്തിട്ടുണ്ട്. ഈ ലോബ് പമ്പിൻ്റെ പുറകിൽ ഗിയറിൻ്റെ നമുക്ക് ഫിഗർ കാണാം. അപ്പോൾ 2 ടൈമിംഗ് ഗിയർ ഉപയോഗിച്ചിട്ടാണിത് കറക്കുന്നത്. അപ്പോൾ ഈ ടൈമിംഗ് ഗിയർ ഉപയോഗിച്ച് കറക്കുന്ന കാരണം അതിനകത്ത് ഡ്രൈവ് ട്രാൻസ്മിറ്റ് ആവണില്ല. കാരണം ഈ ലോബുകളെ കറക്കുന്നത് ഗിയറുകളാണ്. ലോബ് കറങ്ങുമ്പോൾ ഇൻലെറ്റ് സൈഡിൽ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും. ഇതിൻ്റെയും പ്രവർത്തനം നേരത്തെ ഇൻറ്റേർണൽ ഗിയർ പമ്പിൻ്റെ പോലെ തന്നെയാണ്. ലോബ് കറങ്ങുമ്പോൾ ഇൻലെറ്റ് സൈഡിൽ വാക്വം ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ലിക്വിഡ് അകത്ത് പ്രവേശിക്കുന്നു. തുടർന്ന് ലോബിനിടയിലൂടെ ലിക്വിഡ് ഔട്ട്ലെറ്റ് പോർട്ടിലൂടെ പുറത്തു പോകുന്നു. ഇതാണ് ലോബ് പമ്പിൻ്റെ പ്രവർത്തനം. ലോബ് പമ്പിൻ്റെ സവിശേഷതകൾ നോക്കാം. സിൻസ് ദ ലോബ്സ് ഡു നോട്ട് ഡയറക്ട്ലി മേറ്റ്, ലോബ് പമ്പ്സ് ആർ സൂട്ടബിൾ ഫോർ ഹാൻഡ്ലിംഗ് ലിക്വിഡ് വിത്ത് സസ്പെൻഡഡ് സോളിഡ്. ലോബുകൾ പരസ്പരം മേറ്റ് ചെയ്യാത്ത കാരണം ലിക്വിഡിനകത്ത് ഈ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് അതിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. However, this feature reduces its performance, especially while handling low viscosity fluid. ലോ വിസ്കോസിറ്റി ഫ്ലൂയിഡ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് ലോ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇന്നർ സർഫസ് നല്ല ക്ലീൻ ആയതുകൊണ്ട് ഹൈജീൻ റിലേറ്റഡ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വെയിൻ പമ്പ്. വെയിൻ പമ്പിൻ്റെ ഒരു സെക്ഷണൽ ലൈൻ ഡയഗ്രമാണ് ചിത്രത്തിൽ കാണുന്നത്. അതിലെ ഭാഗങ്ങൾ കാണാം. അതിൽ റോട്ടർ ഉണ്ട്, വെയിൻ ഉണ്ട്, ഇൻലെറ്റ്, ഔട്ട്ലെറ്റ്, പിന്നെ ഒരു ക്യാമറിങ്. ഇതൊക്കെയാണ് അതിൻ്റെ ഭാഗങ്ങൾ. ഇനി അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വെയിൻ പമ്പിൻ്റെ സിലിണ്ടറിക്കൽ കേസിങ്ങിനകത്ത് ഒരു റോട്ടർ ഉണ്ട്. റോട്ടർ കേസിനകത്ത് എക്സെൻട്രിക് ആയാണ് സ്ഥിതി ചെയ്യുന്നത്. റോട്ടറിൽ ഈക്വൽ സ്പേസിൽ സ്ലോട്ടുകളുണ്ട്. ആ സ്ലോട്ടുകളിൽ എല്ലാം വെയിനുകളുമുണ്ട്. ഓരോ സ്ലോട്ടിലൂടെയും വെയിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. റോട്ടർ കറങ്ങുമ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഓരോ വെയിനും റോട്ടറിൽ നിന്ന് പുറഭാഗത്തേക്ക് സ്ലോട്ടിലൂടെ സഞ്ചരിക്കുകയും കേസിങ്ങിനെ ഒരു സീലായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടാതെ സ്പ്രിംഗ് ഉപയോഗിച്ചും വെയിൻ പുറത്തേക്ക് പുഷ് ചെയ്യാം. പമ്പിൻ്റെ ഡ്രൈവ് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി റോട്ടർ കറങ്ങുന്നു. റോട്ടർ കറങ്ങുമ്പോൾ പമ്പിൻ്റെ സെക്ഷൻ സൈഡിൽ നിന്ന് പ്രഷർ കുറയുന്നതിൻ്റെ ഫലമായി വാക്വം ക്രിയേറ്റ് ചെയ്യുകയും പമ്പിനകത്തേക്ക് ലിക്വിഡ് പ്രവേശിക്കുകയും ചെയ്യുന്നു. റോട്ടർ എക്സെൻട്രിക് ആയതിനാൽ പമ്പിനകത്തേക്ക് എത്തുന്ന ലിക്വിഡ് വെയിനുകളുടെയും കേസിങ്ങിൻ്റെയും ഇടയിലൂടെ ഡെലിവറി സൈഡിൽ എത്തിച്ചേരും. ഡെലിവറി സൈഡിൽ വോളിയം
കുറയുന്നതിനാൽ ലിക്വിഡിൻ്റെ പ്രഷർ കൂടി പ്രഷറൈസ്ഡ് ലിക്വിഡ് ഡെലിവറി ലൈനിലൂടെ പുറത്തേക്ക് പോകും. ഇതാണ് ഒരു വെയിൻ പമ്പിൻ്റെ പ്രവർത്തനം. ബാലൻസ് വെയിൻ പമ്പ്. ഒരു ബാലൻസ് വെയിൻ പമ്പിൻ്റെ ഡയഗ്രമാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗങ്ങൾ നോക്കാം. അതിൽ ഇൻലെറ്റ്, ഔട്ട്ലെറ്റ്, റോട്ടർ, വെയിൻ, ക്യാമറിങ് എന്നീ ഭാഗങ്ങൾ കാണാം. ഇപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഇൻലെറ്റ് ലൈൻ വന്ന് രണ്ടായി വിഭജിച്ചിട്ടാണ് പോകുന്നത്. രണ്ട് ഔട്ട്ലെറ്റ് ലൈനുകൾ കൂടിച്ചേർന്നിട്ടാണ് ഒരു സിംഗിൾ ഔട്ട്ലെറ്റ് ലൈനായി പുറത്തേക്ക് പോകുന്നത്. പമ്പിൻ്റെ ബോഡിക്കുള്ളിൽ രണ്ട് ഇൻലെറ്റ് പോർട്ടുകളും രണ്ട് ഔട്ട്ലെറ്റ് പോർട്ടുകളും സിമെട്രിക്കലായിട്ട് കാണാം. രണ്ട് ഇൻലെറ്റ് പോർട്ടും രണ്ട് ഔട്ട്ലെറ്റ് പോർട്ടും 180 ഡിഗ്രി ആംഗിളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പമ്പിൻ്റെ റോട്ടറിൻ്റെ രണ്ട് വശത്തും സെയിം പ്രഷർ അനുഭവപ്പെടുന്നതിനാൽ റോട്ടറിനെ കൂടുതൽ ബാലൻസ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. റോട്ടർ കറങ്ങുന്നതിൻ്റെ ഫലമായി ഇൻലെറ്റ് സൈഡിൽ പ്രഷർ കുറയുകയും ലിക്വിഡ് പമ്പിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യും. തുടർന്ന് വെയിനും കേസിങ്ങിനും ഇടയിലൂടെ ലിക്വിഡ് ഔട്ട്ലെറ്റ് പോർട്ടിൻ്റെ അടുത്ത് എത്തുന്നു. ഔട്ട്ലെറ്റ് പോർട്ടിൽ വോളിയം കുറവായതിനാൽ പ്രഷർ കൂടി പ്രഷറൈസ് ചെയ്ത ലിക്വിഡ് പുറത്തേക്ക് പോകും. ഇതേ സമയം ഇതുപോലെ പ്രവർത്തനം പമ്പിൻ്റെ മറുഭാഗത്തും നടക്കും. രണ്ടാമത്തെ ഔട്ട്ലെറ്റ് പോർട്ടിലും രണ്ടാമത്തെ ഇൻലെറ്റ് പോർട്ടിലും. ഇതാണ് ഒരു ബാലൻസ് വെയിൻ പമ്പിൻ്റെ പ്രവർത്തനം. വെയിൻ പമ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ടിപ്പിക്കൽ യൂസ് ഫോർ ഹയർ ഫ്ലോ ആപ്ലിക്കേഷൻ. ഹയർ ഫ്ലോ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നു. ടിപ്പിക്കൽ പ്രഷർ അപ് ടു 160 ബാർ. അപ് ടു 160 ബാർ പ്രഷർ വരെയാണ് ഇത് ഉപയോഗിക്കുക. സിമ്പിൾ മൾട്ടിപ്പിൾ അസംബ്ലീസ്. റേഞ്ച് ഓഫ് പമ്പ് കൺട്രോൾസ്. പമ്പിൻ്റെ റേഞ്ചിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ലോ നോയ്സ്, ശബ്ദം കുറവാണ്. വെയിൻ പമ്പ് ആപ്ലിക്കേഷൻസ്. വെയിൻ പമ്പ് ഈസ് യൂസ്ഡ് ഫോർ ഹയർ ഡിസ്ചാർജ് ആൻഡ് ലോ പ്രഷർ ആപ്ലിക്കേഷൻ. ഹയർ ഡിസ്ചാർജും അതുപോലെ ലോ പ്രഷറുമായി വരുന്ന ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഇൻ ഇൻഡസ്ട്രി ആൻഡ് ആൾസോ യൂസ്ഡ് ഇൻ മീഡിയം മെഷീൻ ടൂൾസ് ആൻഡ് പ്രസ്സസ്. ഇൻഡസ്ട്രിയിൽ ഓയിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മീഡിയം മെഷീൻ ടൂൾസുകളിലും പ്രസ്സസിലും വെയിൻ പമ്പ് ഉപയോഗിക്കുന്നു. പിസ്റ്റൺ പമ്പ്. പിസ്റ്റൺ പമ്പ് ഈസ് എ കോമൺ പമ്പ് യൂസ്ഡ് ഫോർ ഹയർ പ്രഷർ ആപ്ലിക്കേഷൻ. ഹയർ പ്രഷർ ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പമ്പുകളാണ് പിസ്റ്റൺ പമ്പ്. ഫോളോയിങ് 3 ടൈപ്സ് ഓഫ് പമ്പ് ആർ കോമൺ ഇൻ ദീസ് കാറ്റഗറി. ഈ കാറ്റഗറിയിൽ 3 ടൈപ്പുള്ള പമ്പുകളുണ്ട്. ഒന്ന് ആക്സിൽ പിസ്റ്റൺ പമ്പ്, ബെൻഡ് ആക്സിസ് പിസ്റ്റൺ പമ്പ്, റേഡിയൽ പിസ്റ്റൺ പമ്പ്. ആക്സിൽ പിസ്റ്റൺ പമ്പിൻ്റെ ഒരു ഡയഗ്രമാണ് ചിത്രത്തിൽ കാണുന്നത്. ഈ ആക്സിൽ പിസ്റ്റൺ പമ്പിനകത്ത് ഒരു സിലിണ്ടറിക്കൽ ബ്ലോക്ക് ഉണ്ട്. സിലിണ്ടറിക്കൽ ബ്ലോക്കിനുള്ളിലായി അതിൻ്റെ ചുറ്റിലും യൂണിഫോം സ്പേസിൽ കുറേ പിസ്റ്റണുകൾ ഉണ്ടായിരിക്കും. ഈ പിസ്റ്റണിൻ്റെ അറ്റം ഒരു സ്വാഷ് പ്ലേറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്നു. സിലിണ്ടർ ബ്ലോക്കിനകത്ത് ചെരിച്ചു വെച്ച വൃത്താകൃതിയിലുള്ളൊരു പ്ലേറ്റാണ് സ്വാഷ് പ്ലേറ്റ്. സ്വാഷ് പ്ലേറ്റ് ഡ്രൈവിംഗ് ഷാഫ്റ്റിൻ്റെ അറ്റത്താണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ഡ്രൈവിംഗ് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി സിലിണ്ടർ ബ്ലോക്കും റൊട്ടേറ്റ് ചെയ്യും. സ്വാഷ് പ്ലേറ്റ് ഓഫ്സെറ്റായി വെച്ചിട്ടുള്ളതിനാൽ സിലിണ്ടർ ബ്ലോക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പിസ്റ്റണിനകത്തേക്ക് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റ് ലഭിക്കും. ഈ അവസ്ഥയിൽ സിലിണ്ടർ ബ്ലോക്ക് കറങ്ങുന്നതിനോടൊപ്പം പിസ്റ്റണുകൾക്ക് ആക്സിലായി റെസിപ്രോക്കേറ്റ് മോഷൻ ലഭിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം പമ്പുകൾക്ക്
ആക്സിൽ പിസ്റ്റൺ പമ്പ് എന്ന പേര് വന്നിരിക്കുന്നത്. പിസ്റ്റൺ സിലിണ്ടറിൽ നിന്ന് പുറകിലേക്ക് നീങ്ങുമ്പോൾ സിലിണ്ടറിനുള്ളിൽ വാക്വം ക്രിയേറ്റ് ചെയ്യുന്നതിനാൽ ഫ്ലൂയിഡ് സിലിണ്ടറിനകത്തേക്ക് കയറുകയും സ്വാഷ് പ്ലേറ്റ് കറങ്ങി മറുഭാഗത്ത് എത്തുമ്പോൾ പിസ്റ്റൺ മുന്നോട്ട് നീങ്ങുന്നതിൻ്റെ ഫലമായി ഫ്ലൂയിഡ് ഡിസ്ചാർജ് ആകുകയും ചെയ്യുന്നു. ഇതാണിതിൻ്റെ പ്രവർത്തനം. ബെൻഡ് ആക്സിസ് പിസ്റ്റൺ പമ്പിൻ്റെ ഒരു ഡയഗ്രാമാണ് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗങ്ങൾ ഇതിൽ കാണാം. ഡ്രൈവ് ഷാഫ്റ്റ്, പിസ്റ്റൺ, പിസ്റ്റൺ ബ്ലോക്ക്, യൂണിവേഴ്സൽ ലിങ്ക്. പിസ്റ്റൺ ബ്ലോക്ക് ആൻഡ് ഡ്രൈവ് ഷാഫ്റ്റ് ആർ ഇൻക്ലൈൻഡ് ടു ഈച്ച് അതർ. പിസ്റ്റൺ ബ്ലോക്കും ഡ്രൈവ് ഷാഫ്റ്റും ഒരു ഇൻക്ലൈൻഡ് ഇതിലാണ് ഇരിക്കുന്നത്, ചെരിച്ചിട്ട്. അതുകൊണ്ടാണ് ഇതിന് ബെൻഡ് ആക്സിസ് പിസ്റ്റൺ പമ്പ് എന്നുള്ള പേര് വരാനുള്ള കാരണം. അപ്പോൾ ഇതിൻ്റെ പാർട്സുകൾ പറഞ്ഞു. ഇനി അതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ പിസ്റ്റൺ ബ്ലോക്ക് ഒരു ആംഗിളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബെൻഡ് ആക്സിസ് പിസ്റ്റൺ പമ്പ് എന്ന് പറയുന്നത്. പിസ്റ്റൺ ബ്ലോക്കിലെ സിലിണ്ടറുകൾക്കുള്ളിലായുള്ള പിസ്റ്റണുകളുടെ ഒരറ്റം ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ ഫ്ലാഞ്ചിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു യൂണിവേഴ്സൽ ലിങ്ക് കീ മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് പിസ്റ്റൺ ബ്ലോക്കും ഡ്രൈവ് ഷാഫ്റ്റും തമ്മിലുള്ള അലൈൻമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതും റൊട്ടേഷൻ ഉറപ്പാക്കിയിട്ടുള്ളതും. ഇനി ഇതിൻ്റെ പ്രവർത്തനം നോക്കാം. ഡ്രൈവ് ഷാഫ്റ്റ് കറങ്ങുമ്പോൾ ഡ്രൈവ് പിസ്റ്റണിലേക്കും പിസ്റ്റൺ ബ്ലോക്കിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സിലിണ്ടറിനുള്ളിലെ പിസ്റ്റണുകൾക്ക് റെസിപ്രോക്കേറ്റീവ് മോഷൻ ലഭിക്കുന്നു. പിസ്റ്റൺ ബ്ലോക്ക് കറങ്ങുന്നതിനാൽ സക്ഷൻ സൈഡിൽ പിസ്റ്റൺ പുറകിലേക്ക് നീങ്ങുന്നതിൻ്റെ ഫലമായി ഫ്ലൂയിഡ് സിലിണ്ടറിനുള്ളിൽ പ്രവേശിക്കുന്നു. ഡെലിവറി സൈഡിലെ സിലിണ്ടറിനകത്തെ പിസ്റ്റൺ മുന്നോട്ട് നീങ്ങുന്നതിനാൽ സിലിണ്ടറിലെ ഫ്ലൂയിഡ് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇതാണ് ബെൻഡ് ആക്സിസ് പിസ്റ്റൻ്റെ പ്രവർത്തനം. റേഡിയൽ പിസ്റ്റൺ പമ്പിൻ്റെ ഒരു ഡയഗ്രാമാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗങ്ങൾ കാണാം. സിലിണ്ടറിക്കൽ ബ്ലോക്ക് അല്ലെങ്കിൽ പിസ്റ്റൺ ബ്ലോക്ക്, പിസ്റ്റൺ ബോഡി. ഇത് കൂടാതെ അതിനകത്തൊരു സ്ട്രോക്ക് റിങ് കൂടിയുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഭാഗങ്ങൾ. ഇനി അതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. ഇതിൻ്റെ സിലിണ്ടർ ബ്ലോക്കിൽ യൂണിഫോം സ്പേസിൽ റേഡിയലായിട്ട് പിസ്റ്റണുകളുണ്ട്. സിലിണ്ടർ ബ്ലോക്കിലെ പിസ്റ്റണുകളെല്ലാം റേഡിയലായിട്ടാണ് മുന്നോട്ടും പിന്നോട്ടും ചലിക്കുന്നത്. സിലിണ്ടർ ബ്ലോക്കിനെ ഡ്രൈവ് ഷാഫ്റ്റാണ് കറക്കുന്നത്. സിലിണ്ടർ ബ്ലോക്കിനെ പൊതിഞ്ഞ് ഒരു സ്റ്റോക്ക് റിങ് എന്ന ഭാഗമുണ്ട്. സിലിണ്ടർ ഉള്ളിലെ ഡക്റ്റുകൾ ഇൻലെറ്റ് പോർട്ടിലേക്കും ഔട്ട്ലെറ്റ് പോർട്ടിലേക്കുമാണ് എത്തിച്ചേരുന്നത്. സിലിണ്ടർ ബ്ലോക്കിനുള്ളിലെ പിസ്റ്റണുകളുടെ എല്ലാം അഗ്രഭാഗത്ത് സ്ലിപ്പർ പാഡുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. അത് സ്റ്റോക്ക് റിങ്ങുമായി ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പിസ്റ്റൺ ബ്ലോക്കിൻ്റെ അകത്ത് സ്റ്റോക്ക് റിങ് എക്സെൻട്രിക് ആയാണ് സ്ഥിതി ചെയ്യുന്നത്. ആവശ്യാനുസരണം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. പിസ്റ്റൺ ബ്ലോക്ക് കറങ്ങുന്നതിൻ്റെ ഫലമായി പിസ്റ്റൺ ബ്ലോക്കിനകത്തുള്ള പിസ്റ്റണുകൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മൂലവും സ്പ്രിങ് ഉള്ളതുകൊണ്ടും സ്റ്റോക്ക് റിങ്ങിനടുത്തേക്ക് നീങ്ങുന്നു. സ്റ്റോക്ക് റിങ് എക്സെൻട്രിക് ആയി ഫിറ്റ് ചെയ്തതിനാൽ പിസ്റ്റണിൻ്റെ ഹാഫ് റൊട്ടേഷനിൽ സക്ഷൻ സംഭവിക്കുകയും അടുത്ത ഹാഫ് റൊട്ടേഷനിൽ ഡെലിവറി നടക്കുകയും ചെയ്യുന്നു. സ്റ്റോക്ക് റിങ്ങിൻ്റെ എക്സെൻട്രിസിറ്റി കൂട്ടിയാൽ പിസ്റ്റൻ്റെ സ്ട്രോക്ക് ലെങ്ത് വേണേൽ കൂട്ടുന്നതിൻ്റെ ഫലമായി ഡിസ്ചാർജിൽ മാറ്റം വരുത്താനും സാധിക്കും. ഇതാണ് റേഡിയൽ പിസ്റ്റൺ പമ്പിൻ്റെ പ്രവർത്തനം. ഇത്രയൊക്കെയാണ് ഹൈഡ്രോളിക് ഫിൽട്ടർ അതുപോലെ ഹൈഡ്രോളിക് പമ്പിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്. ഫിറ്റർ 4th സെമസ്റ്റർ ടെക്സ്റ്റ് ബുക്കിനകത്ത് 114 മുതൽ 122 പേജ് വരെയുള്ള വിഷയമാണിത്. വളരെ ചുരുക്കി വളരെ വേഗത്തിലാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീണ്ടും ആവർത്തിച്ച് വീഡിയോ കാണുക, ബുക്ക് റെഫർ ചെയ്യുക. നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.